നമസ്കാരം. തിരുവനന്തപുരത്തെ തൃക്കണ്ണാപുരം വാർഡിൽ സീറ്റ് നിഷേധിച്ചതിൽ മനംനൊന്ത് RSS പ്രവർത്തകൻ ആനന്ദ് കെ തമ്പി ജീവനൊടുക്കിയ സംഭവത്തിൽ BJP നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കി ഫോൺ സംഭാഷണം പുറത്ത്. ആനന്ദിന്റെ മാനസിക സമ്മർദ്ദം വെളിപ്പെടുത്തുന്ന ഫോൺ സംഭാഷണം പുറത്തുവന്നു. സുഹൃത്തുമായി നടത്തിയ ഫോൺ സംഭാഷണമാണ് പുറത്തുവന്നത്. ആനന്ദ് സജീവ സംഘപരിവാർ പ്രവർത്തകനാണെന്ന് തെളിയിക്കുന്ന കൂടുതൽ ചിത്രങ്ങളും ഇതിനോടകം പുറത്തുവന്നിട്ടുണ്ട്. രണ്ടും കൽപ്പിച്ചാണ് മത്സരിക്കാൻ തീരുമാനിച്ചതെന്നും അപമാനിച്ചവരെ വെറുതെ വിടില്ലെന്നും ആനന്ദ് സംഭാഷണത്തിൽ പറയുന്നുണ്ട്. സംഘടനയ്ക്ക് വേണ്ടി എല്ലാം നൽകിയെന്നും എത്ര കൊമ്പനായാലും പോരാടുമെന്നും ആനന്ദ് പറയുന്നു. പലയിടത്തു നിന്നും സമ്മർദ്ദം നേരിട്ടെന്നും സംഭാഷണത്തിൽ ആനന്ദ് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ആനന്ദിന്റെ ആത്മഹത്യയിൽ പോലീസ് കേസെടുത്തു. ആനന്ദിന്റെ പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം നടക്കും. പ്രസ്ഥാനത്തിനു വേണ്ടി 2 പതിറ്റാണ്ടിലേറെ പ്രവർത്തിച്ചിട്ടും BJPയും RSSും ചെയ്തത് കണ്ടോ എന്നാണ് ഫോൺ സംഭാഷണത്തിൽ സുഹൃത്തിനോട് ആനന്ദ് ചോദിക്കുന്നത്. ഞാൻ രണ്ടും കൽപ്പിച്ചാണ് മത്സരിക്കാൻ തീരുമാനിച്ചു. സമ്മർദ്ദം എല്ലാ ഭാഗത്തു നിന്നുമുണ്ട്. സംഘടനയുടെ ചുമതലയുള്ള ചിലർക്ക് മാത്രമേ ഉള്ളൂ. ഇത്ര മാത്രം അപമാനിച്ചു. ഇനി അവരെ വെറുതെ വിടാൻ എൻ്റെ മനസ്സ് സമ്മതിക്കില്ല. ഞാൻ പോരാടി നിൽക്കുന്ന ആളാണ്. എത്ര കൊമ്പനായാലും പോരാടും. ഒരു കാര്യം ഏറ്റെടുത്താൽ അത് ചെയ്ത് തീർത്തിട്ടേ അവിടെ നിന്ന് മാറൂ. എന്ത് പ്രതിസന്ധി നേരിട്ടാലും ഇത്രയും കാലം സംഘടനയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന അവസ്ഥയിലല്ലേ നിന്നത്. എൻ്റെ ശരീരം, സമയം, പണം, മനസ്സ് ഇതെല്ലാം സംഘടനയ്ക്ക് വേണ്ടി കൊടുത്തില്ലേ? എന്നിട്ട് തിരിച്ച് ഈ പരിപാടി കാണിക്കുമ്പോൾ അത് 4 മടക്കി പോക്കറ്റിൽ വെച്ച് വീട്ടിൽ പോയിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നാണ് ഫോൺ സംഭാഷണത്തിൽ ആനന്ദ് സുഹൃത്തിനോട് പറയുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ തഴയപ്പെട്ടെന്ന പരാതി ഉന്നയിച്ചാണ് തിരുമല ജയനഗർ സരോവരത്തിൽ ആനന്ദ് കെ തമ്പി ജീവനൊടുക്കിയത്. 39 വയസ്സായിരുന്നു. ശനിയാഴ്ച വൈകിട്ടാണ് വീടിന്റെ പുറകിലെ ഷെഡിൽ തൂങ്ങിയ നിലയിൽ കണ്ടത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 5 മണിയോടെ മരിക്കുകയായിരുന്നു. RSS പ്രവർത്തകൻ ആനന്ദിന്റെ ആത്മഹത്യ സീറ്റ് നിഷേധിച്ചതിലെ മനോവിഷമം മൂലമെന്നാണ് പോലീസിന്റെ FIR. സഹോദരി ഭർത്താവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പൂജപ്പുര പോലീസ് അസ്വാഭാവിക മരണത്തിന് FIR രജിസ്റ്റർ ചെയ്തത്. ആനന്ദിന് കുടുംബ പ്രശ്നങ്ങളോ വ്യക്തിപരമായ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല. കോർപ്പറേഷനിലേക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിനാൽ വലിയ മനോവിഷമത്തിലായിരുന്നു. ഇതിനെ തുടർന്നാണ് ആത്മഹത്യയെന്നാണ് തന്റെ അറിവെന്നാണ് സഹോദരി ഭർത്താവിന്റെ മൊഴി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് തൃക്കണ്ണാപുരത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു ആനന്ദ് കെ തമ്പി. ഇതിനു മുന്നോടിയായി ശിവസേനയിലും ആനന്ദ് ചേർന്നിരുന്നു. കോർപ്പറേഷനിലെ തൃക്കണ്ണാപുരം വാർഡിൽ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് നേരത്തെ ആനന്ദ് നേതൃത്വത്തെ കണ്ടിരുന്നു. എന്നാൽ BJP ഇവിടെ മറ്റൊരാളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. BJP RSS നേതാക്കൾക്ക് മണ്ണുമാഫിയയുമായി ബന്ധമുണ്ടെന്ന് ഉൾപ്പെടെ ആരോപിച്ച് സുഹൃത്തുക്കൾക്ക് വാട്സ്ആപ്പ് സന്ദേശം അയച്ച ശേഷമായിരുന്നു ആനന്ദിന്റെ ആത്മഹത്യ. സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ RSS BJP പ്രവർത്തകർ മാനസിക സമ്മർദ്ദത്തിലാക്കിയെന്നാണ് കുറിപ്പിൽ പറയുന്നത്. അതേസമയം ആനന്ദിനെ വ്യക്തിപരമായി അറിയില്ലെന്നും ഒരു പേര് ഘട്ടത്തിലും പട്ടികയിലും ഒന്നും ഇല്ലായിരുന്നു എന്നാണ് BJPയുടെ വിശദീകരണം. എന്നാൽ ആനന്ദ് സംഘപരിവാറിന്റെ സജീവ പ്രവർത്തകനായിരുന്നു എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്.